ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റിയ ഒരു എന്താ പറയാ ദൈവമായിട്ട് നമുക്ക് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റുകള് നമ്മുടെ പ്രൊഡക്റ്റുകൾ മാത്രമല്ല ഈ കമ്പനിയിൽ ഉള്ള ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം അത് പറയാനുള്ള കാരണം ഒരുപാട് മേഖലകളിൽ നമ്മൾ ചെന്ന് വെട്ട ആളുകൾ ഉണ്ടാവാം ഈ ഒരു നിൽക്കുന്ന ഈ ഒരു ഇതിൽ തന്നെ ടീമിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ ഈ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാവാം. ഒരുപാട് മേഖലകളിൽ പോയി പരീക്ഷണങ്ങൾ നടത്തിയിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്സിൽ ചെയ്തവരുണ്ടാവാം, അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റ് എംപ്ലോയി ആവാം ഇതിലിരിക്കുന്നത്. അത് ഒത്തിരി ആളുകൾ പലതരത്തിലും പല ആളുകളും ഇതിലുണ്ടാവാം. ഞാന് ഇതേപോലെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ വരാനുണ്ടായ കാരണം തന്നെ നമ്മുടെ ഈ കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകളെ നമുക്ക് എന്താ പറയാ കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകൾ കണ്ടിട്ടാണ്. ആദ്യം പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നല്ലേ. നമുക്കൊക്കെ നമ്മൾ ആരെങ്കിലും വരുമ്പോ ഈ ഒരു ബിസിനസ് പറയുന്ന സമയത്ത് ആർക്കെങ്കിലും നമ്മുടെ തലയിൽ ബിസിനസ് ആണല്ലോ എന്ന് വിചാരിച്ച് ഓടിക്കേറി വന്ന ആളുകൾ ആരും തന്നെ ഇല്ല. അത് പറയാൻ കാരണം നമുക്ക് അറിയില്ല, അത് ഈ ബിസിനസ് എന്താണെന്ന് അറിയില്ല. ബിസിനസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ കുറെ ലേഡികൾ ഇതിലുണ്ടാവും. അവരൊക്കെ ഈ അടുക്കളയിൽ ഒതുങ്ങി കൂടുന്ന ആളുകളാവാം. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ലേഡീസ് കൂടുതലും അടുക്കളയിൽ ഒതുങ്ങി കൂടുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്തു നോക്കുമ്പോൾ ലേഡീസ് കൂടുതലും അരങ്ങത്താണ്, പുറത്താണുള്ളത്. പുറത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്. കാരണം അവർക്ക് എന്താണ്, അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് വരാനും പുറത്തു പോയി വർക്ക് ചെയ്യാനും, അത് വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പണ്ടുള്ള നമ്മൾ പോവാൻ എന്താ പറയാ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, അവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അടിച്ചമർത്തപ്പെട്ട ഇല്ല, സംവരണം ആയില്ലേ. നമ്മുടെയൊക്കെ എന്താ സംവരണത്തിലൂടെയാണ് ഇപ്പൊ പോണത്. 50% സംവരണം സ്ത്രീകൾക്കും 50% ജെൻസിനും എന്നുള്ള തുല്യത നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതോടുകൂടി തന്നെ ഒരുപാട് ആളുകൾക്ക് എന്താ പറയാ മുന്നോട്ട് വരാനുള്ള ഊർജവും അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് വരാനുള്ള കഴിവും ഒക്കെ തെളിച്ചു. ഇന്ന് നമ്മുടെ ജില്ലകളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കുടുംബശ്രീ എന്നിട്ടുള്ളൊരു ശാസ്ത്രീകരണം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കഴിവ് തെളിയിക്കാൻ പറ്റിയ സ്ത്രീകളുണ്ട്. അപ്പൊ സ്ത്രീകളെ എടുത്തു പറയാനുള്ള കാരണം അവരെ എന്താ പറയാ പുറകോട്ട് നിൽക്കുന്ന ആളുകൾ കുറെ ആളുണ്ടാവും. ഇനിയും നേരം പുലരാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇനിയും ഇതിൽ വരണ്ടേ എന്നുള്ള ആളുകൾ ഉണ്ടാവാം. ഞാൻ പിന്നെ എടുത്തു പറയാണ്, നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ ആർക്കെങ്കിലും നിങ്ങളെ സുഹൃത്തോ ബന്ധുവോ നിങ്ങളുടെ അയൽവാസിയോ ആരോ ആവട്ടെ ഈ ഒരു ബിസിനസ്സുമായി കടന്നു വരുന്ന ആളോട് നിങ്ങൾ ഒറ്റ ഓട്ടത്തിൽ പറയുകയാണെങ്കിൽ അത് നമുക്ക് പിന്നെ നോക്കാം, ഇപ്പൊ നമുക്ക് നോക്കണില്ല, ഈ ഒരു കാര്യം പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. എന്റെ ജീവിതത്തിലും എന്റെ അനുഭവത്തിലും വെച്ച് പറയുകയാണെങ്കിലും അത് നമുക്ക് പിന്നെ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചിട്ട് അവർ പിന്നെ എന്ത് ചെയ്യും, പിന്നെ നോക്കട്ടോ ഇപ്പൊ ഇല്ലട്ടോ എന്നൊക്കെ പറഞ്ഞു ഒഴിവാകും. നമ്മള് പാവങ്ങൾ അത് കേട്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ പുറകോട്ട് അവർ കേട്ട് പോകും. പക്ഷെ ഇന്നതല്ല. ഇന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും MI ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഇതുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഈ നല്ല പ്രൊഡക്റ്റ് ആണ്, നിങ്ങളെ പ്രൊഡക്റ്റിന് ഒരിക്കലും കുറ്റം പറയില്ല. ആ രീതിയിലേക്ക് നമ്മുടെ കമ്പനി വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ വലിപ്പം മഹത്വം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇന്ന് തിരിഞ്ഞു നോക്കുന്നിടത്തൊക്കെ MI ലൈഫ് ചെയ്യുന്ന ആളുകളാ. പണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് 2015-16 ഞാനൊരു 17 ഒക്കെ ആയപ്പോ ഇതില് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്യാനുണ്ടായ കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുള്ള വ്യക്തിയായിരുന്നു ഞാൻ. ഈ ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മള് പിന്നെ ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളെ നമ്മളൊക്കെ പ്രായം ഒത്തിരി ആകുന്നതിന് പഠിപ്പോ വിദ്യാഭ്യാസമോ വിവരമോ ഒന്നും ഉണ്ടാണ്ട മുമ്പ് തന്നെ നമുക്ക് അറിവ് ബുദ്ധി വെക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മളെ കല്യാണം കഴിച്ചു പോകുന്ന ആളുകളാണ്. ഈ മുസ്ലിം സമുദായത്തിന് പറയുമ്പോൾ ചെറിയ മക്കളാകുമ്പോഴേ കല്യാണം കഴിച്ചിട്ടാണ് കൊടുക്കുക. അപ്പൊ അതേപോലെ അറിവ് വെക്കണിന്റെ വിവരം വെക്കണിന്റെ മുമ്പ് തന്നെ നമ്മളൊക്കെ കല്യാണം കഴിച്ച് ഒരു ഭർത്താവിന്റെ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ആളുകളാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാവും. നമ്മളതൊന്നും ആരോടും മിണ്ടാണ്ട് നമ്മള് കൊണ്ടു നടക്കുകയാണ് ചെയ്യാം. ഈ സമയത്ത് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. 3 മക്കളുണ്ട്. ആ കുഞ്ഞു മക്കളാകുമ്പോഴേ എനിക്ക് എന്നും അസുഖങ്ങൾ കൊണ്ട് വലഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാന്. എന്നെ കൊണ്ട് എന്താ എന്താ പറയാ ഒരുപാട് നമ്മൾ ചികിത്സ ചെയ്തിട്ടും
വിട്ടുമാറാത്ത രോഗങ്ങളായിരുന്നു. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റാറില്ല. കാരണം ഞാൻ സംസാരിക്കൂലായിരുന്നു. ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ മിണ്ടാണ്ട് ഒരു മൂലയിൽ ഒതുങ്ങി കൂടുന്ന ആളാണ്. അപ്പൊ സംസാരിക്കാനുള്ളൊരു ആൾക്കാരോട് സംസാരിക്കാനുള്ളതും ഏറി പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് കരയും, സ്വന്തം വീട്ടിൽ പോയിട്ട് കരയും, എനിക്ക് അത് പറ്റിയില്ല അത് പറ്റിയില്ല, അല്ലെങ്കിൽ ഈ കരച്ചിൽ മാത്രമേ അറിയുള്ളൂ. അല്ലാതെ തുറന്ന് നമ്മളോട് എതിർക്കാൻ വരുന്ന ആളോട് ശക്തമായിട്ട് അങ്ങോട്ടൊന്നും ഒരു വാക്ക് പോലും സംസാരിക്കാനുള്ള കഴിവൊന്നും നമുക്ക് അന്നില്ല. അപ്പൊ ആ ഒരു കഴിവ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാല് എന്റെ ആരോഗ്യ പ്രശ്നം തന്നെയാണ് എന്നെ മാറ്റിമറിക്കാനുണ്ടായ കാരണം. എനിക്ക് ഈ ആമവാദത്തിൽ പെട്ടിട്ട് വല്ലാത്ത വേദനയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വേദന, മക്കളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കരയണ വേദനയായിരുന്നു. ആ വേദനയിലൂടെ ഞാൻ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര സങ്കടം വരും. പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള മടി, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ബുദ്ധിമുട്ടിൽ ഉണ്ടായിട്ടുണ്ട്. കൊളസ്ട്രോൾ കൂടി പോവുക, വെറുതെ ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്കൊക്കെ കൊളസ്ട്രോൾ വാരി വലിച്ച് നമ്മൾ കഴിക്കുന്ന ആളുകൾക്ക് പോലും വരാത്തത്ര അസുഖങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഫാറ്റി ലിവർ ഒക്കെ എങ്ങനെ ഉണ്ടായി, എവിടുന്ന് വന്നു എന്നൊന്നും അറിയില്ല. ഒരു 8-10 വർഷം മുന്നേട്ടോ. ഇപ്പൊ അതൊന്നും ഇല്ലേ. ഇപ്പൊ എന്നെ കണ്ട എനിക്ക് അങ്ങനത്തെ ഒരു രോഗങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലെ അസുഖങ്ങളോ ഒന്നുമില്ല. അപ്പൊ എവിടുന്ന് വന്നു ഈ രോഗങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി മെഡിസിന്റെ ഉപയോഗം കാരണം കണ്ടമാനം മെഡിസിൻ ഉപയോഗിച്ചിട്ട് വന്നതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ബിസിനസ്സിൽ എത്തിപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഇതാ. ശാരീരികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രക്ഷപ്പെടാൻ കഴിഞ്ഞ ഒരു ബിസിനസ്സാണിത്. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ശക്തമായിട്ട് ഏറ്റെടുത്തിട്ടില്ല. അന്ന് കുറെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൂടത്ത് ചേർന്നു. ഈ പ്രൊഡക്റ്റുകൾ മാറി മാറി ഉപയോഗിച്ച് നോക്കി. നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ എടുത്തു പറയേണ്ട പ്രൊഡക്റ്റാണ് ബ്ലഡ് പ്യൂരിഫയർ. നമ്മുടെ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ എന്താ പറയാ മാലിന്യങ്ങളും നീക്കം ചെയ്യാനും, അതുപോലെ കൊഴുപ്പുകൾ, ചീത്ത കൊളസ്ട്രോളുകൾ, ഫാറ്റി ലിവർ ഉള്ളവർക്കും ഒക്കെ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ. ബ്ലഡിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പ്രൊഡക്റ്റാ. അതുപോലെ തന്നെ വെൽഹാർട്ട് പറയുമ്പോൾ ഇപ്പൊ ഇന്ന് ഭൂരിഭാഗം ആളുകളും മീറ്റിംഗ് സെന്ററിലൊക്കെ പോയണ്ടല്ലോ, പേരും കയ്യടിയാ. എന്താ വെച്ചാൽ ജനങ്ങൾ അത് ഉപയോഗിച്ച് അതിന്റെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു, അതല്ലെങ്കിൽ മാറാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ഊർജം കാണണം, എനർജറ്റിക് ആയിട്ടുള്ള കയ്യടി കാണണം. വെൽഹാർട്ടൊക്കെ പറയുമ്പോഴേ, ആദ്യം വെൽഹാർട്ട് എന്ന് പറഞ്ഞാല് വെൽഹാർട്ട് ഇങ്ങനെ തണുത്തിരുന്നിരുന്നു. ഇപ്പൊ വെൽഹാർട്ടിനൊക്കെ രംഗത്തേക്ക് ഇറക്കാൻ പറ്റി നമുക്ക്. അപ്പൊ ഇത് എല്ലാ ആളുകളിലും എത്തിക്കാനും കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഈ വെൽഹാർട്ട് കഴിച്ച ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റുന്ന ഓരോ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യില്. അപ്പൊ അതുപോലെ എനിക്ക് വെൽഹാർട്ടിനെ കുറിച്ച് മാത്രമല്ല 95 കഴിച്ചിട്ടുണ്ട്. പിന്നെ സ്പൈർലിന ഗോൾഡ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ സ്പൈർലിന ഗോൾഡാണ് എന്നെ ഇത്രയും ആരോഗ്യം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ. ഫുഡിന്റെ കുറവുകളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് സ്പൈർലിന ഗോൾഡ് എന്ന് പറഞ്ഞുള്ള ഒരൊറ്റ ക്യാപ്സൂളിലൂടെ നമുക്ക് 2 നേരം വെച്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ ആരോഗ്യം ശരിക്കും നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നാക്സിയം അല്ലെ, ഓരോ പ്രൊഡക്റ്റും എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. അസുഖം ഉള്ള ആളുകൾക്ക്, ആരോഗ്യ പ്രശ്നം ഉള്ള ആളുകൾക്കാണെങ്കിൽ ഓരോ പ്രൊഡക്റ്റും എടുത്ത് പറയാം. അല്ല, ഒരു അസുഖവും ഇല്ലാത്ത ആളുകൾ, ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഇത് എല്ലാ പ്രൊഡക്റ്റും ഒന്നിനൊന്നും വെച്ചും തന്നെയാണ്. വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റും. നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ രോഗങ്ങളില്ലാത്ത ഏതൊരാൾക്കും കഴിക്കാൻ പറ്റുന്നതാ. രോഗികളായ ആളുകളെ നമ്മൾ തേടി പോകണ്ട. രോഗം വരാതിരിക്കാനാണ് നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു പദ്ധതി സപ്ലിമെന്റ് കൊണ്ടുവന്നിട്ടുള്ളതും അത് നിലനിർത്തുന്നതും. അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ്, അതിനെ കൂടുതൽ നമ്മൾ കൊടുക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പ്രൊഡക്റ്റുകളായതുകൊണ്ട് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ പുതിയ പുതിയ പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരിക്കില്ലല്ലേ. പൈൽസിന് വന്ന പ്രൊഡക്റ്റ് ഏറ്റവും നല്ലതാട്ടോ. ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ എന്റെ ടീമിലുള്ള ഒരാൾക്ക് എന്താ പറയാ, ഈ വയറിൽ എന്താ അസിഡിറ്റി കൂടി പോയിട്ട് മാറാത്തൊരിതായിരുന്നു. അസിഡിറ്റി കൂടി പോവുക, മെഡിക്കൽ കോളേജിൽ വരെ കൊണ്ടുപോയി മടങ്ങിയ ഒരു വ്യക്തി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അവര് പറഞ്ഞു, ഞാൻ ഒരുപാട് പൈസ ചെലവാക്കി താത്ത, ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, ഈ അസിഡിറ്റി പിന്നെ മാറുന്നില്ല. വയറിന് ഭയങ്കര എരിച്ചിലും പുകച്ചിലും, ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയ അടുത്തു കൂടെ എരിവ് പോയാൽ മതി, അത് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ നീറിയിട്ട് പുകഞ്ഞിട്ടേ എന്താ കാട്ടുകയെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അവര് തീരെ സ്കെൽറ്റായ ഒരാളാണ്. അപ്പോ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങി കഴിക്കാന്ന്.
ഈ വാങ്ങി കഴിക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു എന്തുതന്നെയായാലും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ 100% ഞാൻ ഉറപ്പ് തരാം നിങ്ങളത് മാറും. പക്ഷെ നമ്മൾ പറയുന്ന രീതിയിൽ പറയുന്ന പ്രൊഡക്റ്റുകൾ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഗ്യാസിന്റെ ഒരു ഗുളികയോ അല്ലെങ്കിൽ ഗ്യാസിന്റെ ഒരു നമ്മൾ ലിവേഗൈൻ സിറപ്പോ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിന്റെ കൂടെ കൊടുക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. പഠിച്ച് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ റിസൾട്ടാണ്. ഇന്ന് ആ വ്യക്തി ഒരാഴ്ച 2 ആഴ്ച ആയപ്പോൾ സൂപ്പറായിട്ട് ഒരു കുഴപ്പമില്ലാതെ എന്നോട് പറയാ ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത നല്ല സമാധാനം ഉണ്ട്. എരിച്ചിലിനും പുകച്ചിലിനും അതുപോലെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉറങ്ങി തൂങ്ങിയിരുന്ന ലേഡി ഉണർന്ന് ഉഷാറായിട്ട് പയറുമണിയിൽ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ കുട്ടി നല്ല. അപ്പൊ ഞാൻ കൊടുത്ത പ്രൊഡക്റ്റ് ഈ നമ്മുടെ ഈ ഇതിന് അസഡിറ്റിക്കും ഗ്യാസിനൊക്കെ കൊടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലിവേഗൻ സിറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പ്രോബയോട്ടിക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കവചപ്രാശ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ അതിന് ഞാൻ ഇത് അന്റാസിഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ ചേരുവകൾ ഒന്നിച്ച് നമ്മൾ കൊടുക്കണം. ഒരു അസിഡിറ്റി ഉള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ആ ഭക്ഷണം ശരീരത്തിൽ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് അത് കഴിപ്പിക്കണം. അവരത് കഴിച്ച് 1-2 ആഴ്ച കഴിയുമ്പോൾ റിസൾട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു കോംബോ പാക്കായിട്ട് ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കൊടുത്താൽ ആ വ്യക്തിക്ക് റിസൾട്ട് ഇല്ല, നമുക്കും റിസൾട്ട് ഇല്ല. നമ്മൾ നെഗറ്റീവ് ആവും, ആ വ്യക്തി നെഗറ്റീവായി പോകും. അവര് പൈസ ചെലവാക്കട്ടെ. ഹോസ്പിറ്റലിൽ പോയി എത്രയോ പൈസ ചെലവാക്കിയ ആളുകളാ. ഞാനൊക്കെ പറയുകയാണെങ്കിൽ ലക്ഷങ്ങൾ കൊണ്ടു കൊടുത്ത ആളാണ്. ഇന്ന് നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ വെറും ഒരു 5000 രൂപന്റെ പ്രൊഡക്റ്റ് ഒരു മാസത്തിൽ ഉപയോഗിച്ച് റിസൾട്ട് വന്ന് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കമ്പനിയിലെ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൊണ്ടുവന്നിട്ടുള്ള എലമെന്റ്സ് വെൽനെസിന്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ നിങ്ങളെ മുന്നിൽ സംസാരിക്കാനുള്ള കഴിവും അതിനുള്ള ആരോഗ്യവും ബലവും ഊർജവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. എടുത്ത് പറയേണ്ട പ്രൊഡക്റ്റുകൾ തന്നെയാണ്. രണ്ടാമത് നമ്മൾ വരുന്ന ആളുകൾ, ഒത്തിരി ആളുകൾ 75% ആളുകൾ വരുമാനം ആശ്രയിച്ച് വരുന്ന ആളുകളാണ്. ഈ വരുമാനം ആശ്രയിച്ച് വരിക ചിലവർക്ക് തൊഴിലില്ലാത്തതുകൊണ്ട് വന്നതല്ല ഈ കമ്പനിയിൽ. ഉള്ള തൊഴിലിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് വർക്ക് ചെയ്ത് വലിയ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ എത്ര എണ്ണുണ്ട് നമ്മളെ ഒപ്പം. നമ്മളെ കൂട്ടത്തിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ശരണ്യ ടീച്ചറൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? മഞ്ചേരിയുള്ള ശരണ്യ ടീച്ചറൊക്കെ ടീച്ചർ പറയുന്നത് കേൾക്കണം. ആ ഒരൊറ്റ വാക്ക് മതി നമ്മളെല്ലാവരും എന്തൊരു പണിയാണെങ്കിലും ഏതൊരു വലിയ പണിയാണെങ്കിലും നമ്മളതിന്റെ കൂടെ ഇവരെ ഈ ഒരു MI ലൈഫിൽ വന്നിട്ട് ജോലി ചെയ്യും. ശരണ്യ മാഡം പറയുന്നത് കേട്ടിട്ടുണ്ട്, 40,000 സാലറി വാങ്ങണ ലേഡി ആയിരുന്നവര്. പിന്നെ 40,000 സാലറി കിട്ടിയ നമ്മളാരെങ്കിലും അത് വിട്ടിട്ട് വേറൊരു വർക്കിന് സപ്ലിമെന്റിന്റെ ഒപ്പം പോവൂല, ഒരിക്കലും പോവൂല. പക്ഷെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു ആ ലേഡി, ബുദ്ധി കൊണ്ടാണ് പ്രവർത്തിച്ചത്. ഇന്ന് 40,000 ഇവിടെ ഒരു മാസത്തിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു ലേഡിക്ക് 75,000 80,000 ഒക്കെ ആഴ്ചയിൽ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞത്. ആഴ്ചയിൽ 1,00,000 ഉറുപ്പിന്റെ അടുത്ത് സാലറി കിട്ടുന്ന മാസം വരുമാനം വാങ്ങുന്ന 40,000 സാലറി വാങ്ങുന്ന ഒരാൾക്ക് ആഴ്ചയിൽ 80,000 വരുമാനം നമ്മുടെ ഈ കമ്പനിയിലൂടെ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്ര മാസങ്ങള് 3, 4, 5 മാസം വരുമാനം വാങ്ങണത് ഒരൊറ്റ മാസം കൊണ്ട് വാങ്ങിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതിലങ്ങോട്ട് കൂടുകയല്ലാതെ ആ സാലറിയിൽ നിന്ന് കുറയല്ല ചെയ്യാം, കൂട്ടി എടുക്കുക ചെയ്യാം അല്ലെ. ഒരു വർഷം പണിയെടുക്കുന്നത് ഒരൊറ്റ ആഴ്ച കൊണ്ട് വാങ്ങിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ പറ്റും നമ്മുടെ ഈ കമ്പനിക്ക്. അത് ഈ വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും വിദ്യാഭ്യാസം ഒന്നും ഇവിടെ ഒരു തടസ്സമല്ല. ഈ വിദ്യാഭ്യാസം എന്നുള്ളതൊക്കെ ഒരു ഇപ്പൊ എന്താണ് നമ്മളെ കമ്പനിയിൽ പറയുമ്പോ നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുമ്പോ വിദ്യാഭ്യാസം എന്നുള്ളതൊക്കെ ഒരു നമ്പറായി മാറുന്നുണ്ട്. അല്ല, വിദ്യാഭ്യാസം ഉള്ളവർക്കേ ജോലിയുള്ളൂ എന്നുള്ള ഈ ഒരു കാലഘട്ടത്തില് ഇപ്പൊ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു കമ്പനിക്ക്. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഇതുണ്ട്. അപ്പൊ അതിന് നമ്മൾ കൈയോട് ഇഞ്ചോട് ഇഞ്ച് പോരാടുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ കൈയോട് കൈ
കോർത്ത് പിടിച്ച് ഒപ്പം നിന്നാൽ മാത്രമേ ഇതിനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ എൻ്റെ വാക്ക് കേട്ടിട്ടോ വെറുതെ കുറെ വാചകം കേട്ട് പോയിട്ടോ ഒന്നും എവിടെയോ ഒന്നും വിജയിക്കാൻ പോണില്ല. വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം തീരുമാനിച്ചുള്ളി, കയ്യോട് കൈ കോർക്കുക. ആരാണോ നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി, ആര് തന്നെ ആവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, ഇവിടെ ആര് കൊണ്ടുവന്നു എന്നതിനല്ല, നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നതിനാണ് ഇവിടെ നമുക്ക് നമ്മുടെ കഴിവ്. അല്ലാതെ ഇവിടെ വിജയം എന്ന് പറയുന്നത് കൊണ്ടുവന്ന വ്യക്തി എന്നെ തിരിഞ്ഞു നോക്കിയില്ല, ആ ഒരു കുറ്റപ്പെടുത്തലുണ്ടല്ലോ, വെറുതെയാ. നമ്മളെല്ലാരും അതിൽ പെട്ടുപോയോരാ. കുറെ കാലം നമ്മളൊക്കെ തിരിഞ്ഞു നോക്കാതെ കുറെ ഇട്ട് പോയിട്ടുണ്ട്. 1-2 വർഷമൊക്കെ എന്നെ കൊണ്ടുവന്ന വ്യക്തികളൊക്കെ എവിടെയോ ലോകത്താ. അവരൊന്നും പിന്നെ അവരൊന്നും കണ്ടിട്ടല്ല ഞാൻ ഈ ബിസിനസ്സിൽ നിൽക്കുന്നത്. നമ്മൾ ഈ ബിസിനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആളെ കണ്ടിട്ടാണ്. ഏത് കമ്പനിനെ കണ്ടിട്ടും ഒരുപാട് വിജയിച്ച ലീഡേഴ്സിനുണ്ട് ഇവിടെ അല്ലെ. നമ്മൾ ആദ്യമൊക്കെ ഞാനൊക്കെ വരുന്ന സമയത്ത് എവിടെങ്കിലും ഒന്ന് കേൾക്കലേ ഉള്ളായിരുന്നു, ഓർക്ക് 2,10,000 കിട്ടിയാലോ, 2,10 കിട്ടി എന്നുള്ളത് കേൾക്കുമ്പോ നമ്മൾ ആദ്യമൊന്നും ആരും വില വെക്കൂലായിരുന്നു. ഇപ്പൊ ഇതാ കെഴുപ്പിലല്ലേ നമ്മുടെ ഒപ്പത്തിനൊപ്പം വരുന്ന ആളുകൾക്കൊക്കെ 2,10,000 അല്ലെങ്കിൽ 75,000, 50,000, 1,00,000 ഒക്കെ വാങ്ങിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ വാങ്ങിയെടുക്കാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും പറ്റും. എങ്ങനെയാ വെച്ചാൽ കൈ കോർത്ത് പിടിക്കുക. ഒരാള് നമ്മുടെ ലീഡേഴ്സ് കൊണ്ടുവന്ന വ്യക്തി ആരോ ആവട്ടെ, ചിലപ്പോ പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞ ആളായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടിയ ആളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരാളായിരിക്കാം. നമ്മൾ ഓന്റെ വലിപ്പം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളുടെ വലിപ്പം നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒറ്റക്ക് വിജയിക്കാൻ കഴിയണം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒറ്റക്ക് പൊരുതി വിജയിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇതിനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും ഒക്കെ ലീഡേഴ്സിനെ കുറിച്ചും ഒക്കെ പഠിച്ചെടുക്കുക. നമ്മൾ സ്വയം പഠിച്ചെടുക്കുക. വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ടല്ലോ. അതിൽ നമ്മൾ സ്വയം ഒരാളെയും ആശ്രയിക്കാതെ ഒറ്റ കാലില് നമുക്ക് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് പൊരുതാൻ അല്ലെങ്കിൽ അതുകൊണ്ട് വിജയിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് വരിക. അങ്ങനെ വിജയിക്കുമ്പോഴാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് നമ്മളെ സഹായിച്ചില്ല, അല്ലെങ്കിൽ അവര് അത് പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ആവണില്ല, ഞാൻ എവിടെ എത്തണില്ല, അപ്പൊ ഒരു 6 മാസമായി 1 കൊല്ലമായി വന്നിട്ട് എനിക്കൊരു രൂപ പോലും വരുമാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്ന ആളുകളായി മാറാതെ നമ്മൾ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ച് കൈകാര്യം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഇല്ലാത്ത ആളുകളുണ്ടോ? ഇല്ല. ഇന്ന് സ്വപ്നം കാണാത്ത ആളുകളില്ല. പിന്നെ ജെന്റ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ഒക്കെ ഏതൊരാൾക്കും ഒരു പ്രായപൂർത്തിയായ ഏതൊരാളോട് ചോദിച്ചാൽ ഒരുപാട് സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ കൂമ്പാരം കൂടി കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം മൂടി വെക്കല്ലാതെ നമുക്ക് ഇന്നൊരു നമ്മളെ കിട്ടുന്ന ജോലി, ഇപ്പൊ ഒരു പഠിച്ച ഒരാള് BCom B.Ed ഒക്കെ പഠിച്ച ഒരാൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടി, ഇപ്പൊ ഒരു 50,000 ഒക്കെ നമ്മുടെ ഈ പിന്നെ നാട്ടില്, വിദേശത്തല്ലാത്ത നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമുക്കൊരു 50,000 അല്ലെങ്കിൽ 60,000, 40,000, 30,000 സാലറി കിട്ടി. ഇനി വേണ്ട, ഒരു 80,000 സാലറി കിട്ടി, 1,00,000 സാലറി കിട്ടിയെന്ന് വെച്ചാലും നമുക്ക് ഈ കാലഘട്ടത്തിൽ അത് തികയോ? ഒരിക്കലും നമുക്കത് തികയൂല. കാരണം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകങ്ങളാണ്. കാരണം സാധനങ്ങൾക്ക് വില കൂടുന്നു, മരുന്നുകൾക്ക് വില കൂടുന്നു, എല്ലാ ഇതിനും, ഡ്രസ്സിന് വില കൂടുന്നു, നമ്മൾ എന്തെന്നെ പോയി വണ്ടികൾക്ക് വില കൂടുന്നു. ഓരോ നിമിഷവും നിന്ന നിപ്പിലാണ് നമുക്ക് വില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്ക് വരുമാനത്തിന് വലിപ്പം കൂട്ടാൻ ഒരിക്കലും സാധിക്കൂല. ഇന്ന് നമുക്ക് കിട്ടുന്ന സാലറി ഒരിക്കലും അവര് ഇന്നിപ്പോ നമുക്കൊരു 50,000 രൂപ സാലറി കിട്ടുന്നത് നാളെ 50,000 പോയിട്ട് 60,000 ആക്കി തരാൻ പറ്റുമോ? ഇല്ല. ഒരുപാട് വർഷങ്ങൾ അവിടെ ജോലി ചെയ്താൽ നമുക്ക് 60,000 ആക്കി തരുമോ? ഇല്ല. അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വിജയം തന്നെയാണ്, നിങ്ങൾ ഉറപ്പിക്കുക. കാരണം ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു നിധിയാണ്. നിധിക്കൂട്ടിൽ പോയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റി എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അവിടെ നിങ്ങൾ പിടിച്ചു കയറണമെങ്കിൽ നമ്മുടെ ലീഡേഴ്സിന്റെ സഹായം, തുടക്കത്തിൽ നമുക്ക് ലീഡേഴ്സിന്റെ സഹായം അത്യാവശ്യമാണ്. ആവശ്യമില്ല, അത്യാവശ്യമാണത്. അത് അവരിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടുപഠിച്ച് അവരെ കൈകോർത്ത് പിടിക്കുക. നമ്മൾ പണ്ടൊക്കെ പറയലുണ്ടല്ലേ, സ്കൂളിൽ കോപ്പി അടിക്കണം പാടില്ല എന്ന്. നമ്മുടെ രക്ഷിതാക്കളെ വീണ്ടും വീണ്ടും പറയും, ഒരിക്കലും കോപ്പി അടിച്ച് വിജയിക്കരുത്. അതുപോലെ നമ്മളെ പിന്നെ ലീഡേഴ്സ് അല്ല, ടീച്ചേഴ്സ് പറയും, കോപ്പി അടിച്ചാൽ നമ്മളെ പിടിക്കും, പിന്നെ എക്സാം എഴുതാൻ പറ്റൂല. അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ ആരും തരിക, കോപ്പി അടിക്കൂലേന്നു. അപ്പൊ അതേപോലെ ഇവിടെ എന്താ പറയണെന്ന് അറിയോ? കോപ്പി അടിക്കണം. ഇവിടെ കോപ്പി അടിച്ചാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. അതെന്താ പറയണെന്ന് വെച്ചാൽ, ഇവിടെ കോപ്പി അടിച്ച് ആരെങ്കിലും പരീക്ഷ എഴുതി കുത്തിരിക്കുന്നത് നോക്കി എഴുതുക എന്നല്ല അർത്ഥം. ഇവിടെ
നമ്മളെ കൊണ്ടുവന്ന, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കണ്ട, നമ്മളെ കൊണ്ടുവന്ന വ്യക്തി ആരായാലും ആ വ്യക്തി എന്താണോ ചെയ്യുന്നത് അത് തന്നെ മാതൃകയാക്കുക, അത് തന്നെ കണ്ടുപഠിക്കുക, കേട്ട് പഠിക്കുക, അവർ ചെയ്യുന്നത് ഫോളോ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതേപോലെ നമ്മൾ അങ്ങോട്ട് പോകാൻ നോക്കുക അവരെ കൂട്ടത്തിൽ തന്നെ. ഇനിയിപ്പൊ അവര് കുറെ കാലം കഴിഞ്ഞ് അവരിവിടെ ഇല്ല, അവര് പിന്നെ ഇട്ടിച്ച് പോയ ആളുകളാണെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും, സ്വന്തം നിലനിൽപ്പാണ്, സ്വന്തം നമ്മുടെ ബിസിനസ്സാണ്. നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു കാര്യമല്ല. ലീഡേഴ്സിനെ ഒരു കുറ്റവും പറഞ്ഞ് നമ്മൾ നിന്ന് മാറി നിന്നാൽ നഷ്ടം ലീഡേഴ്സിനല്ല, നമുക്കാണ്. ലീഡേഴ്സ് അങ്ങ് കയറിപ്പോകും വിജയിച്ച്. ഞാനല്ലെങ്കിൽ ഇന്ന് ഞാൻ ലീഡേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ മറ്റൊരു പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ലേഡി അവർക്ക് കിട്ടും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആരെങ്കിലും വർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ ക്യൂ നിൽക്കുക. അതുപോലെയാണ് നമ്മുടെ ഇന്ന്. നമ്മൾ ആരും മാറി നിൽക്കേണ്ട ആളുകളല്ല. നമ്മള് ഇതിലൂടെ രംഗത്തിറങ്ങി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകുക. അതുപോലെ നിങ്ങൾക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഒരൊറ്റ കാര്യം പറയാം, നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യൽ നിർബന്ധമായിട്ടും ഉള്ള കാര്യമാണ്. പിന്നെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, GTSകൾ, പ്ലാൻ പ്രസന്റേഷൻ എവിടൊക്കെ കിട്ടുമോ അവിടെ എല്ലാം നിങ്ങൾ പോകണം. അതല്ലാതെ ഞാനിപ്പോ ഒരാഴ്ച ഇവിടെ പോയില്ലേ, ഇനിയിപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് ആദ്യം ആ ചിന്താഗതി മാറ്റി വെക്കാം. ആഴ്ചയിൽ ഒരിക്കലല്ല നമ്മൾ പോകേണ്ടത്. എവിടെല്ലാം GTS മീറ്റിംഗ് സെന്ററുകൾ ഉണ്ടോ അവിടെ എല്ലാം പോയിട്ട്, ചില മീറ്റിംഗ് സെന്ററിൽ കമ്പനി GTS ആയതുകൊണ്ട് നമുക്ക് 1 രൂപ പോലും കൊടുക്കാതെ കേൾക്കാൻ പറ്റും. ഇനി അതല്ല, 10, 20, 40, 50 പോയിക്കോട്ടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇതില്ലേ, ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ഈ കമ്പനി തന്നിട്ടില്ലേ. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഉണ്ടാക്കി വെക്കുക. ഒരു മീറ്റിങ്ങിന് പോകേണ്ട ചെലവ് നമ്മൾ അതിൽ നിന്ന് മാറ്റി വെക്കുക. ഒന്നും വേണ്ട, ഒരു 2 പേസ്റ്റ് വിറ്റ് ഞങ്ങൾക്ക് മീറ്റിങ്ങിന് പോകാനുള്ള പൈസയിലെ ഈ GTSകൾ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കി കളയരുത്. അത് ഒരിക്കലും വിട്ടുകളയാതെ ഏറ്റുപിടിക്കാം. പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമാണ് ഇവിടെ വിജയം. വെറുതെ വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ ഈ വായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എവിടെ പോകണം, എല്ലാ പ്രോഗ്രാമിലും അറ്റൻഡ് ആയിരിക്കണം. എന്തൊരു 1 to 1 കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ നമ്മളെ മീറ്റിംഗ് സെന്ററുകളിൽ പോവുക, അതുപോലെ ടീമിന്റെ കൂടെ നമ്മള് 1 to 1 കൊടുക്കാൻ ആദ്യമൊക്കെ അവരെ പോയി പഠിപ്പിക്കുന്നത് വരെ നമ്മൾ പോകണം. പിന്നെ അവരെന്ത് ചെയ്യാ, അവർ ഹോം മീറ്റിംഗ് വെക്കും, വെൽനസ് മീറ്റിംഗ് വെക്കും. ഇതിലെല്ലാം നമ്മൾ പോയി പങ്കെടുക്കുക. നമ്മൾ ടീമിന്റെ കൂടെ ഒത്തു നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക, കൂട്ടത്തോടെ അങ്ങനെ പോവാനായിട്ട് ടീമിനോട് പറഞ്ഞ് മനസ്സിലാക്കി, ടീമിനെ കൂട്ടിപ്പിടിച്ച്, ടീമിനെ കൂടി അസോസിയേറ്റിനെ കൂടി നമ്മൾ കൊണ്ടുപോകുക. അവർക്ക് ഒരു 10 രൂപ വരുമാനം കിട്ടിയ നമ്മുടെ അക്കൗണ്ടിലേക്ക് 10 രൂപ വരും. അവർക്ക് ഒരു 1000 രൂപ വരുമാനം കിട്ടിയ നമ്മുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വരും. അവർക്കൊരു 2000 രൂപ കിട്ടിയാൽ നമുക്കും വരും. അവർ 1 ലക്ഷം വാങ്ങിയാൽ നമുക്കും വരും. ഇതുപോലെയാണ് ടീമിനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണം. അവരെ മീറ്റിംഗ് സെന്ററിലേക്ക് എത്തിക്കുക, അവരെ GTS കേൾപ്പിക്കുക, അവരെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യിക്കുക, അവർക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുക. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകണം. ഇന്ന് ആദ്യമൊക്കെ ഞാനൊക്കെ വരുന്ന കാലത്ത് ഒരു കോഴിക്കോട് മാത്രമായിരുന്നു പ്രോഗ്രാം. ഇന്നിപ്പോ അതാണോ സ്ഥിതി? കോഴിക്കോട് മാത്രമാണ് നമുക്ക് GTS ഉള്ളത്? അല്ല, കോഴിക്കോട് മാത്രമായിരുന്നു. ഞാൻ എല്ലാ വീക്കിലും എല്ലാ ഞായറാഴ്ചയായിരുന്നു അന്ന് അവിടെ ഹോട്ടൽ മലബാറിന്റെ മുകളിൽ വെച്ചിട്ട് പ്രോഗ്രാം നടന്നത്. അന്ന് മുതൽ ഞാൻ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഈ മലപ്പുറത്ത് ഇവിടെ ഒരു കുട്ടികൾ പോകാനില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ബസ് കയറിയിട്ട് പോകും. അന്ന് എനിക്ക് കിട്ടിയ ആവേശം എന്താണെന്നറിയോ, ഈ പ്രൊഡക്റ്റുകൾ എന്നെ മാറ്റിമറിച്ചു, എന്റെ ശരീരത്തെ, രോഗത്തെ മാറ്റിമറിച്ച് ഞാൻ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്, രോഗങ്ങൾ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടി പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരുന്നപ്പോ ഈ പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ ഇവരെന്നല്ല കേട്ടോ, എനിക്ക് കമ്പനിയെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പ്രൊഡക്റ്റുകൾ എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റി, എന്നെ നടത്താൻ പറ്റി, എനിക്ക് എന്താ പറയാ ആരോഗ്യം തിരിച്ചു തന്നു. അങ്ങനെ ഒരുപാട് എന്റെ ശരീരങ്ങളെ കൊണ്ട് മാറ്റിമറിക്കപ്പെട്ട ഒരു കമ്പനിയും പ്രൊഡക്റ്റും ആയതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും ലീഡേഴ്സ് പറയുന്ന പോലെ മീറ്റിങ്ങിന് പോകുമായിരുന്നു. ഈ പ്രോഗ്രാമിന് പോകുക എനിക്കൊരു ഹോബിയായിട്ട് മാറി. അല്ലാതെ ഇത് കുറെ അറിവുണ്ടായിട്ടൊന്നല്ല, ഒരു ഹോബി ആയിട്ട് മാറി. ഞായറാഴ്ച നേരം വെളുത്താൽ വീട്ടിൽ നിൽക്കൂല, നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ എണീച്ചിട്ട് ഈ സമയമാകുമ്പോഴത്തിന് ബസ്സിൽ കയറി പോയിട്ടുണ്ടാവും. 10 മണിയാകുമ്പോൾ, 9 മണി 9:30 അതിന് മീറ്റിംഗ് സെന്ററിൽ എത്താൻ വേണ്ടിയിട്ട്. ഇനി 2 മണിക്കാണെങ്കിലും ഞാനൊരു 10 മണിക്ക് ഇവിടുന്ന് പോയിട്ട് 2 മണിക്കാകുമ്പോൾ ഞാൻ അവിടെ എത്താൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും കണ്ടിന്യൂസ് ആയിട്ട് ഇത് പോയി കേൾക്കും. വൈകുന്നേരം രാത്രി 6 മണി 7 മണിയാകുമ്പോൾ വീട്ടിലെത്തും. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഞാൻ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. കുറെ മരുന്നുകളെ, പ്രൊഡക്റ്റുകളെ കുറിച്ച് എനിക്ക് പഠിക്കാൻ പറ്റി. ഇത് എങ്ങനെ വിൽക്കണം എന്ന് പഠിക്കാൻ പറ്റി. അതുകൊണ്ട് ഞാൻ സെയിലാക്കാൻ തുടങ്ങി. അങ്ങനെ ലക്ഷങ്ങൾ ഞാൻ എന്താ പറയാ പിന്നെ
പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങി. ലക്ഷങ്ങൾ വെച്ചാൽ അന്നൊന്നും ഒരാളുണ്ടോ, ഇന്ന് തന്നെ ഒരു 5000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുക്കുക, 10000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ ആളുകൾ പറയും, ഓ അത്രയൊന്നും പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന്. അന്നും എനിക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ ഒരാളും പൈസ തന്നിട്ടോ, അല്ലെ എങ്ങനെയാണ് എന്റെ കയ്യിൽ പൈസ അന്ന് വന്നതെന്ന് എനിക്കറിയില്ല. എന്റെ ഉമ്മയാണ് എന്നെ സഹായിച്ചത് കേട്ടോ. എന്റെ ഉമ്മയുടെ ഒരു 1.5 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഉമ്മയുടെ അല്ല, ഉമ്മ എനിക്ക് തന്ന നമ്മളെ ഓഹരി തരിക എന്നൊക്കെ പറയാം. അങ്ങനെ എന്തോ പൈസ കിട്ടിയ സമ്പാദ്യത്തിൽ എനിക്ക് കുറച്ച്, അന്ന് എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അന്ന് ആ ഒരു കിട്ടിയ പൈസ എന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ആ ഒരു നല്ല ക്യാഷ് തന്നെ ഇന്നും ഞാൻ പറയണതിനെ. അത് ആ ഉമ്മാന്റെ എന്താ സന്തോഷത്തോടെയുള്ള ഒരു എതിർപ്പും ആർക്കും ഇല്ലാത്ത നല്ല ഹലാലായ പണം ആയതുകൊണ്ട് തന്നെ എന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയാണ്. അത് ഇന്നും എനിക്ക് ആ ഓർമ്മ എന്തെന്നറിയോ, അന്നൊന്നും ആരടുത്തും 1 ലക്ഷം പോയിട്ട് 10,000 രൂപ അല്ലെങ്കിൽ 5000 രൂപ 1000 രൂപ അക്കൗണ്ടിൽ ഇല്ലാത്ത കാലം. ആ ഒരു സമയത്ത് എന്റെ കയ്യിലുണ്ടായ പ്രൊഡക്റ്റ് പൈസ എന്ന് പറയുന്നത് ഈ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ. അതിൽ 1 ലക്ഷം എടുത്തിട്ട് ആദ്യമാണ് ഞാൻ ഇവർക്ക് കൊടുത്തത്. ആദ്യമൊക്കെ നമ്മൾ 5000 രൂപക്ക് വാങ്ങി, പിന്നെ 25,000 രൂപക്ക് വാങ്ങി, പിന്നെ 50,000 രൂപക്ക് വാങ്ങി. ഇങ്ങനെ കൊണ്ടുവന്ന രീതിയിൽ എന്റെ കയ്യിലുള്ള 1.5 ലക്ഷം രൂപ എടുത്തിട്ട് ഞാൻ പോയി പ്രൊഡക്റ്റ് വാങ്ങാൻ പോയി. ഇന്നിപ്പോ നമുക്കറിയാം, ആദ്യ കാലങ്ങളില് നമുക്ക് ഒരു എറണാകുളത്തും അതുപോലെ കൊച്ചിയിലും അതുപോലെ നമുക്ക് ഇവിടെ മംഗലാപുരത്ത് മാത്രമേ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഓഫീസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഓഫീസിൽ പോയിട്ട് വേണം പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ. ഇപ്പൊ വെല്ലി സാർ ആവട്ടെ, ടെന്നിസ് മാധവൻ സാർ ആവട്ടെ, എനിക്ക് പ്രൊഡക്റ്റ് തരണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് എത്തിച്ചു തരുമായിരുന്നു ആദ്യമൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ അവരെ മീറ്റിംഗ് സെന്ററിൽ പോകുമ്പോൾ അവിടുന്ന് വാങ്ങി പോരാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ പോയിട്ട് എനിക്ക് പ്രൊഡക്റ്റ് എവിടെയും കൊടുത്താൽ എത്തൂല. ഒരു കുറച്ച് പ്രൊഡക്റ്റ് ഇതിനെ കൊണ്ട് തൂക്കി വലിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റാ, കയ്യിൽ കൊള്ളണല്ലേ നമ്മൾ കൊണ്ടുവരുള്ളൂ, കയ്യിൽ എടുക്കാൻ പറ്റണല്ലേ നമ്മൾ എടുക്കുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് പ്രൊഡക്റ്റ് തികയൂല. ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ ഇങ്ങേ അറ്റത്ത് വയനാട് ചുരത്ത് നാടുകാണി ചുരത്തിന്റെ അടിയിൽ വഴിക്കടവ് കിടക്കണ എനിക്ക് പ്രൊഡക്റ്റ് എങ്ങനെ എത്തണില്ല. ഇവിടെ ആരെ കയ്യിലും പ്രൊഡക്റ്റിൽ ആരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല, ആരും ഇതിനെ അറിയപ്പെടാൻ തുടങ്ങിയിട്ടില്ല, ആർക്കും ഇത് അറിയില്ല. ഞാൻ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി മംഗലാപുരം പോയിട്ട് പ്രൊഡക്റ്റ് ബൾക്കായിട്ട് എടുക്കാൻ തുടങ്ങി, ഒന്നിച്ച് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ തുടങ്ങി. അന്നൊക്കെ എന്നെ അടുത്തുള്ളവരും എല്ലാവരും വഴക്കറിയായിരുന്നു, ഇവക്ക് എന്താ ഭ്രാന്താണോ, ഈ കണ്ട പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ പൈസ ചെലവാക്കി ഇവിടെ കൊടുത്തിട്ടിട്ട് ഇതൊക്കെ ചെലവാകും. പക്ഷെ ഇത് ഹസ്ബൻഡിനെ സമ്മതിക്കണം കേട്ടോ, ഒരക്ഷരം അന്നും പറഞ്ഞില്ല ഇന്നും പറഞ്ഞില്ല, അത് വേണ്ടാന്നും പറഞ്ഞില്ല, കൊണ്ടുവരണ്ടെന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതൊന്നും ചെലവാകൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വെറുതെ ഒരു തമാശക്ക് പോലും ഒരു വഴക്ക് പറയാത്ത ഒരാളായിരുന്നു. ഈ പ്രൊഡക്റ്റ് ഒക്കെ കണ്ടിട്ടൊന്ന് ചിരിക്കും. എന്തിനെന്നറിയോ, ഈ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോ അയാൾക്കൊരു ചിരിയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ പ്രൊഡക്റ്റ് പാടെ ഇവള് എന്ത് ചെയ്യാനാ, ചെയ്യുന്നത് ചെയ്യട്ടെ, എന്തായാലും ഞമ്മക്കൊരു ഇതുണ്ടാവുമല്ലോ, അത് കാണുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ട്. അപ്പൊ അങ്ങനെ അന്നും സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ട്, ഇന്നും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. അപ്പൊ അന്ന് മീറ്റിംഗ് സെന്ററൊക്കെ കേൾക്കണമെങ്കിൽ നമ്മൾ കോഴിക്കോട് പോകണമെങ്കിൽ ഇന്ന് നമുക്ക് എവിടെ പോകണം, നമ്മളെ തൊട്ടടുത്ത്, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ തൊട്ടടുത്ത് വരുന്നുണ്ടല്ലേ. അന്ന് നമ്മൾ മംഗലാപുരം പോയിട്ട് സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് സാധനം എവിടെ പോയി എടുക്കാം, തൊട്ട ഓഫീസ് എവിടെയാണോ അവിടെ പോയിട്ട് എടുക്കാം. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഓരോ ഏരിയയിൽ നിൽക്കുന്നവരാണ്, തൊട്ടടുത്ത് എവിടെ നിങ്ങൾക്ക് ഉണ്ടാവും നിൽക്കല്ല. എനിക്ക് മഞ്ചേരി ഉണ്ട്, അതിവിടെ കൊറിയർ വരുന്ന സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഈ കൊറിയർ വരുന്ന സൗകര്യം കൊണ്ട് നമ്മൾ പോയി കൊണ്ടുവരണോ, ഇല്ല. ഒരു 60 രൂപ 2 കിലോ വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് എത്തിക്കും. അപ്പൊ ആ സൗകര്യങ്ങളൊക്കെ കൂടി കൂടി വരികയാണ് ഇന്ന് ആളുകൾക്ക്. കൊച്ചിയിലും എറണാകുളം മംഗലാപുരത്തും പോയി എടുത്ത സാധനങ്ങൾ ഇപ്പൊ പിന്നെ ഞാൻ പോയത് കോഴിക്കോട് എത്തി, കോഴിക്കോട് പോയി സാധനം കൊണ്ടുവരാൻ തുടങ്ങി. കോഴിക്കോട് നിന്ന് പോയിട്ട് പിന്നെ പല സ്ഥലങ്ങളിലും ആയില്ലേ. ഇതിപ്പോ ഇന്ന് എവിടെയൊക്കെയുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതുപോലെ നമുക്ക് മീറ്റിംഗ് സെന്ററുകൾ എവിടെയൊക്കെയുണ്ട്, ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഓരോ ദിവസം എടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിലമ്പൂർ അടുത്ത് വന്നു, അത് വലിയൊരു പുണ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ഞങ്ങൾ പോയി കേൾക്കുന്നത് കോഴിക്കോട് പോകുമായിരുന്നു, മലപ്പുറം പോകുമായിരുന്നു, പിന്നെ എവിടൊക്കെ മീറ്റിംഗ് സെന്റർ ഉണ്ടോ. ഞാൻ കണ്ണൂരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാം കേൾക്കാനായിട്ട്, കണ്ണൂര്. പിന്നെ 2 ഡേ ട്രെയിനിങ് ഒക്കെ നടക്കുമ്പോൾ നമ്മള് തുഷാരഗിരിയിലൊക്കെ എത്രയോ വട്ടം പോയി 1 ഡേ 2 ഡേ ട്രെയിനിങ്ങുകൾ പങ്കെടുത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. 2 ഡേ ആർ ടി പികൾ നമ്മൾ കൂടുതൽ പങ്കെടുക്കുക, നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് അറിവുകൾ, നമുക്ക് എളുപ്പത്തിൽ ഇത് എങ്ങനെ ബിസിനസ് കൊണ്ടുപോകാന്നുള്ള പഠിക്കാൻ ഉള്ള ഒരു ഊർജം കിട്ടുക അവിടെ നിന്നായിരുന്നു. 2 ഡേ ട്രെയിനിങ്ങുകളൊക്കെ പോകണം, നമ്മൾ എല്ലാവരും പങ്കെടുക്കേണ്ട ട്രെയിനിങ് ആണ്. 1 ഡേ ട്രെയിനിങ് 2 ഡേ ട്രെയിനിങ് എന്നൊക്കെ പറയും. ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുന്നതോ നമുക്കതിൽ ഈ ബിസിനസ് വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും, ഇതിൽ വരുമാനം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം സെന്ററുകൾ, ഇപ്പം നിലമ്പൂര് GTS ഉണ്ട്, അവിടെ ഞാൻ ഈ ആഴ്ച പോയി, അടുത്ത ആഴ്ച ഞാൻ മലപ്പുറം പോയിക്കൂടാന്നില്ലല്ലോ. ഇവിടെ ബുധനാഴ്ച അല്ല, ഇവിടെ വ്യാഴാഴ്ചയാണ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞായറാഴ്ച അവിടെ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച എവിടെ ഉണ്ട്, വണ്ടൂരുണ്ട്, ചൊവ്വാഴ്ച എവിടെ, കോഴിക്കോടുണ്ട്, ബുധനാഴ്ച എവിടെയാണ്, ബത്തേരി ഉണ്ട്,
കൽപ്പറ്റ ഭാഗത്ത് നമുക്ക് ബുധനാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച ഇവിടെ നിലമ്പൂരുണ്ട്. അപ്പൊ അങ്ങനെ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസം മീറ്റിംഗ് സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മള് മീറ്റിംഗ് സെന്ററുകളും ലീഡേഴ്സും പ്രവർത്തിക്കുന്നു, അതിന്റെ കൂടെ നമുക്കൊപ്പമുണ്ട്. അവരെല്ലാവരും നമുക്ക് സപ്പോർട്ടീവ് ആണ്. നമ്മൾ ആരാണ് ഇതിന് ഒരുങ്ങാത്തത്? മുന്നിട്ട് ഒരുങ്ങാത്ത ആരാണ്? ഇതിന് കുറ്റം പറയാൻ ആരെയാണ് ഇപ്പൊ ഉള്ളത്? മീറ്റിംഗ് സെന്റർ ഇല്ലാത്തതുകൊണ്ടാണോ നമ്മൾ വളരാത്തത്? പ്രൊഡക്റ്റുകൾ കിട്ടാത്തതുകൊണ്ടാണോ നമ്മൾ വളരാത്തത്? അതോ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ? എവിടെയാണ് നമുക്ക് പറ്റുന്ന പോരായ്മ എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം. മറ്റൊരാളെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ പോരായ്മകൾ കണ്ടെത്തുക. എവിടെയാണ് കുറവ്, അവിടെ അത് കുറവ് നികത്താനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു തെറ്റ് എന്താണെന്ന് അറിയോ? നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വളരെ മടിയുള്ള ആളുകളാണ് കുറെ ആളുകൾ കേട്ടോ. എല്ലാരെയും അല്ലേ പറഞ്ഞത്? 100ൽ 90% ആളുകൾ ഇപ്പൊ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യും. എന്നാൽ 10% ഇവിടെ മാറി നിൽക്കുന്നുണ്ട്. ആ മാറ്റം നമുക്ക് കണ്ടുപിടിച്ച് അതിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. മാറ്റങ്ങൾ പാടില്ല. നമ്മൾ മടി എന്നുള്ള സാധനം മാറ്റി വെച്ചാൽ നമുക്ക് ഈ രാവിലെ നമുക്ക് എന്തെല്ലാം ഒരു പണിയുണ്ട്, ഇത് കേൾക്കാൻ കുത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തിനാണ് ഇതിൽ വന്ന ആളുകൾക്കൊക്കെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും വിജയിക്കണം എന്ന് സ്വപ്നം കാണുന്ന ആളുകളൊക്കെ തന്നെയാണ്. അവര് വിജയിക്കുക ചെയ്യും. ഇപ്പൊ ഇന്ന് ഈ മീറ്റിംഗിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആളുകള് 19ഓളം ആളുകളുണ്ട് അല്ലെ, 50ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാം. പക്ഷേ ഇവർക്കൊക്കെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും കൂടുതൽ വരുമാനം വാങ്ങുന്ന ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ്. ഇതിൽ വരുമാനം വാങ്ങുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാവാം. പക്ഷെ അവർക്കൊപ്പം എല്ലാവരും ഒരുപോലെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുക, ഒരുപോലെ നമ്മള് പിന്നെ വരുമാനം കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക, പ്രോഗ്രാമുകൾ കൂടുതൽ കൂടുതൽ അറ്റൻഡ് ചെയ്യുക. അതുപോലെ എന്താ പറയാൻ പറ്റിയ നമുക്ക് വരുമാനം ആശ്രയിച്ച് വന്ന ആളുകളാണ്. അപ്പൊ വരുമാനം നമ്മൾ ഒരിക്കലും കൂട്ടിയെടുക്കാൻ വേണം. നമ്മൾ വിജയിക്കാൻ വന്ന ആളുകളാണ്, വിജയിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു തടസ്സമല്ല, ഒരു ഇതും വേണ്ട നിങ്ങൾക്ക്. എന്തുള്ള വിജയിക്കുമെന്നുള്ള ഒരു ആശങ്കയും വേണ്ട. ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും. ഇന്ന് വളർന്നു വന്ന ആളുകൾ, ഇപ്പൊ ഞാൻ ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സംസാരിക്കാനുള്ള കഴിവും എനർജിയും ഊർജവും ആരോഗ്യവും ഒക്കെ തരുന്ന ദൈവമായി എനിക്ക് തരുന്നതാ. കാരണം ഇതിലൊക്കെ കഴിവ് കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടും അതുപോലെ നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടും, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തതോറും നമുക്ക് സംസാരിക്കാനുള്ള ഊർജം കൂടും. എനർജറ്റിക് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. നമുക്ക് അതിനുള്ള കഴിവ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. എല്ലാ മീറ്റിംഗ് സെന്ററിലും പോയി അറ്റൻഡ് ചെയ്യാന്ന് മാത്രമാണ് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ പിറകോട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. കുറെ ആളുകൾ പറയും എനിക്ക് പിന്നെ ഒരു മടി കാണിച്ചിരിക്കണ. ചിലപ്പോ നമ്മൾ 2 വർഷം മുമ്പേ പറഞ്ഞ ആളുകൾ ഇന്നും നിൽക്കുന്നുണ്ടാവും. അവർക്ക് ഇന്നും നേരം വെളുത്തിട്ടില്ല. അവർക്ക് ഇതിനോട് ഇങ്ങോട്ട് എന്തോ ഒരു അകൽച്ചയുണ്ട്. ആ അകൽച്ച എല്ലാം മാറ്റി പിറകോട്ട് നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ നമ്മൾ നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. നെഗറ്റീവ് അടുപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാ, ഇതൊക്കെ ഞാൻ ചെയ്തതാ, നിർത്തിയതാ. ഇന്നും പറയുന്നുണ്ട്. ഇന്നലെയും ഒക്കെ പോയപ്പോ ഒരുപാട് ആളുകൾ പറയുന്നു കേട്ടു, ഇതൊക്കെ ഞാൻ 2 കൊല്ലം മുന്നേ കേട്ടിക്കണ്. 2 കൊല്ലം മുന്നേ വന്ന ആളുകളാ ഞങ്ങളൊക്കെ, പക്ഷെ ഞങ്ങളൊക്കെ നിർത്തിപ്പോയി. എന്തുകൊണ്ടാണ് ഈ നിർത്തുന്നത്? എവിടെയാണ് ഈ പോരായ്മ? അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ട് അവർ നിർത്തിപ്പോകാനുള്ള കാരണം? അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. അവർക്ക് ഇതിന്റെ വലിപ്പം മനസ്സിലാവുന്നില്ല. ഈ അല്ലെങ്കിൽ ഈ ഒരു കമ്പനീന്റെ വലിപ്പമോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം തന്നെയാണ് പറയുന്നത്. ഇത് നെഗറ്റീവ് ആയുള്ള കാരണം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. പ്രോഗ്രാം അറ്റൻഡ് ചെയ്തൊക്കെ ഇന്ന് നമ്മൾ മീറ്റിംഗ് സെന്ററിൽ നിന്ന്, ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ നിലമ്പൂരാണ്, ഇന്ന് മീറ്റിംഗ് സെന്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് ആവേശം ഉണ്ടാവും എന്നറിയോ? ആവേശം പലതും ഉണ്ടാവും. എനിക്ക് അങ്ങനെ ചെയ്യണം, ഇന്ന് അവിടെ പോണത് പോണം. ഇത് പോയി വീട്ടിലെത്തി നമ്മൾ ആവേശം എല്ലാം കെട്ടടങ്ങാം. അത് പാടില്ല, ഒരിക്കലും ഒരിക്കലും പാടില്ല. നമ്മുടെ ചിന്ത എന്താവണം? നമ്മൾ ചിന്തിക്കേണ്ടത് എന്താവണം? നാളെ നമുക്ക് എവിടെയാണ് പ്രോഗ്രാം, ഇന്ന് ഒരു ഡയറിയിൽ എഴുതി വെക്കണം. നാളെ എവിടെയാണ് നമ്മൾ പോകേണ്ടത്, ആരൊക്കെ കാണണം, എവിടൊക്കെ എത്തണം, നമ്മുടെ ടീം മീറ്റിംഗ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. നമുക്ക് പ്ലാനിങ് ഇല്ലാതെ ഒന്നും നടക്കൂല. നമ്മൾ പ്ലാൻ ചെയ്യാതെ ഒരു കാര്യം മുന്നോട്ട് പോയാലും ഒരു കാര്യം എവിടെ എത്തൂല. പ്ലാനിങ്, വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ മുൻകൂട്ടി നമ്മളെ ടീമിനെയും കൂട്ടിയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാം. ഹോം മീറ്റിംഗ് ഇന്ന് ഇന്ന സ്ഥലത്ത്, വെൽനെസ് മീറ്റിംഗ് ഇന്ന സ്ഥലത്ത്, ഇന്ന് വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് എന്തായി തിരക്കായി. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ, കട്ട് ഓഫ് ആണ്. ഇന്ന് മന്ത്ലി കട്ട് ഓഫ് ആണ്. അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ് ഇന്ന് നമുക്ക് അല്ലെ. എല്ലാവർക്കും തിരക്കുള്ള ദിവസമാണ്. ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ല തിരക്കാ. നമ്മൾ ഓരോരുത്തർക്കും ഈ തിരക്കുണ്ടെന്ന്. വൈകുന്നേരം ആകുമ്പോ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ വർക്കിന് പോയി, സമയം പോയത് പോലും അറിഞ്ഞില്ല.
5:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ വാച്ചിക്ക് നോക്കുന്നത്. അപ്പൊ എന്താണെന്നറിയോ, ഓരോ പ്രോഗ്രാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നേരം വെച്ച് നമ്മള് പിന്നെ അവരോട് പറഞ്ഞ് ഇതെല്ലാം തീരുമാനത്തിൽ എത്തണ്ടേ. അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് വേണം നമ്മൾ നിൽക്കാം. ആ സമയത്ത് അവർ പറയണേ എനിക്ക് ഇനിയൊക്കെ സാധനം വേണം. നമ്മൾ അപ്പം ഇരുന്നിട്ട് നമ്മൾ ആ ലിസ്റ്റ് തയ്യാറാക്കി വിട്ടിട്ടില്ലെങ്കിലോ അന്നത്തെ ഡേറ്റ് സമയം പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഞാൻ 6 മണി 5:30 ആയപ്പോൾ ഞാൻ ഓഫീസിൽ വിളിച്ചു. എന്താ മഞ്ചേരിക്ക് ഒരു സമയമുണ്ട് 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിയായ ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ 7 മണിയൊന്നുമില്ല. അപ്പൊ ആ സമയത്തെ വിളിച്ചിട്ട് പറയാണ്, മേഡം ക്ലോസ് ചെയ്യാൻ സമയമായി. അപ്പൊ ക്ലോസ് ചെയ്യാൻ സമയമായി മേഡം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാ അപ്പൊ കുറച്ചുകൂടെ ലിസ്റ്റ് ഇടാണ്ടായിരുന്നു. ഒന്ന് അവിടെ ഇരുന്നിട്ട് ആ മീറ്റിങ്ങിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇരുന്നിട്ട് ലിസ്റ്റ് തയ്യാറാക്കി നമുക്ക് കുറച്ച് ലിസ്റ്റും കൂടെ വിട്ടുകൊടുത്താൽ മതി അവര്, ബാക്കി കാര്യം അവള് ചെയ്യും. അപ്പൊ അതാണ്, ഞമ്മക്ക് ഒരു മിനിറ്റ് സെക്കൻഡ് പോലും സമയം ഇല്ല ഇവിടെ പാഴാക്കാൻ ഒരാൾക്കും ഇല്ല. മൈലൈഫ് ചെയ്യുന്ന ഏറ്റെടുക്കുന്ന ഒരാൾക്കും ഇവിടെ സമയം ഒരു മിനിറ്റ് സെക്കൻഡിന് പോലും വിലയാണ്. സെക്കൻഡുകൾ പോലും നമ്മൾ എന്താണ് മണിക്കൂറുകളോളം നമുക്ക് ഇരുന്ന് വർക്കാണ്. അപ്പൊ നമുക്ക് ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ ഒന്നും നമുക്കിവിടെ നഷ്ടപ്പെടുത്താനില്ല, ആർക്കും ഇല്ല. അപ്പൊ അത് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ ലേഡീസിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാണ്. വീട്ടിലെ ജോലികൾ ഉണ്ടാവും, കുട്ടികളെ സ്കൂളിൽ പോണവരുണ്ടാവും, മദ്രസ പോണവരുണ്ടാവും, ഹസ്ബൻഡിനെ നോക്കേണ്ടി വരും, അവർക്ക് ജോലിക്ക് പോണവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ അപ്പൊ നമുക്കൊരു സമയം എല്ലാത്തിനും നമ്മൾ ആകെ 24 മണിക്കൂറേ ഉള്ളൂ. എല്ലാത്തിനും 24 മണിക്കൂറുള്ളൂ. നമുക്ക് ഈ മൈ ലൈഫിൽ വർക്ക് ചെയ്യാൻ 24 മണിക്കൂർ തന്നെ വരണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സമയം കണ്ടെത്തുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ സമയങ്ങൾ സെക്കൻഡ് പോലും ഒഴിവില്ലാതെ നമ്മൾ തട്ടിപ്പടഞ്ഞ് വീട്ടിലെ പണിയെല്ലാം ഒരുക്കി മക്കളെ പറഞ്ഞയച്ച് ഭർത്താവിനെ പറഞ്ഞയച്ച് അവരുടെ അലക്കി ഇസ്തിരിക്കിട്ട് അവരെ പറഞ്ഞയച്ചാൽ മാത്രം നമുക്ക് പിന്നീട് വീർപ്പ് കിട്ടുള്ളൂ. അപ്പൊ അതോടെ ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് നമ്മൾ പണി ഒരുക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരുങ്ങിക്കോണം. നമ്മൾക്കും ഒരു ജോലിയാണിത്. നമ്മൾ ഗവൺമെന്റ് ഒരു ഓഫീസിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ, ഒരു ഓഫീസുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ രാവിലെ തന്നെ ആ സമയം കൃത്യസമയത്ത് നമുക്കും ഇറങ്ങണതിൽ നിന്ന്. മൈ ലൈഫിലാണെന്ന് വിചാരിച്ചാൽ നമുക്ക് തോന്നിയ സമയത്ത് ഇറങ്ങുന്നില്ല, നമ്മൾ സമയം നഷ്ടപ്പെടും. ഈ സമയം നഷ്ടപ്പെട്ട തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. ഇന്ന് ഈ 1 മണിക്കൂർ എനിക്ക് നഷ്ടമാണെങ്കിൽ ആ മണിക്കൂർ പിന്നെ തിരിഞ്ഞു പോയി, നമ്മൾ അവിടെ പോയി, നമുക്ക് അത്രയും ടൈം പോയി. അതുകൊണ്ട് തന്നെ ആ സമയം ഒരിക്കലും നമുക്ക് കിട്ടാൻ പോണില്ല. നമ്മൾ ഇനിയിപ്പോ പോയ ബസ്സിന് കൈയ്യാട്ടണ്ടെന്ന് പറഞ്ഞ പോലെ പോയതൊന്നും തിരിഞ്ഞു നോക്കണ്ട. നെഗറ്റീവ് അടിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവൂലേ, അത് പോസിറ്റീവ് ആക്കി എടുക്കാനാണ് പാട്. അപ്പൊ നമ്മള് മുന്നോട്ട് വരാൻ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. ഒരുപാട് വഴിയിൽ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ നീക്കി നീക്കി വേണം പോവാൻ. തടസ്സങ്ങൾ പറയാനും തടുക്കാനും എതിർപ്പുകൾ പറയാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആ എതിർപ്പുകളിൽ നിന്നെല്ലാം ശക്തമായിട്ട് നമ്മൾ പോരാടുക. നമ്മൾ ഇതില് ഒരാൾ പറയുന്നത് ഒരു ചെവിയിൽ കേട്ട് ഇരു ചെവിയിലൂടെ വിട്ടുകളയുക. നല്ലതിനെ മാത്രം നമ്മൾ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുക. അത് നല്ലതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവ് പറയുന്നവരെ അത് വിട്ടുകളയാനായിട്ട് നമ്മൾ ശ്രമിക്കാം. നെഗറ്റീവ് പറയുന്നത് കേട്ട് നമ്മൾ നെഗറ്റീവ് അടിക്കല് ചെയ്യാം. അവൾക്ക് അത്രേ വിവരമുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ അവന് അത്രേ വിവരമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഇന്നും ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരാനാ. നമ്മളൊക്കെ ഞാൻ പറയും, എന്റെ ടീമിനോട് ഞാൻ പറയും, നിങ്ങൾ LKG കുട്ടികളാണ് അല്ലെ, നമ്മളെല്ലാവരും ഇപ്പൊ LKG ആണ്. UKGക്ക് പോവാണ്ട് 1ാം ക്ലാസ് പാസ്സാവാണ്ട് അങ്ങനെ പോയിട്ട് വേണം നമ്മളിതിൽ വിജയിച്ചു വരാൻ. അപ്പോ ഈ 2,10,000 എന്നുള്ള സ്വപ്നം ഉണ്ടല്ലോ, 2,10,000 വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നം. അതിലേക്ക് നമുക്ക് എത്തിപ്പെടണം. ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. എവിടെ നിങ്ങൾക്ക് എപ്പോ സംശയം ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു തരും, പറഞ്ഞു തരും. എന്നെ വിളിച്ചാൽ ഏത് നിമിഷവും കിട്ടും കേട്ടോ. നമ്മളെ സാറിന് ശരിക്കും അറിയാം, എപ്പോ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. എന്തെങ്കിലും അറിയേണ്ട പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണ്ടെങ്കിൽ, ഞാൻ കൊടുത്തത്ര പ്രൊഡക്റ്റ് ഇന്നിവിടെ ഒരാളും കൊടുത്തു എനിക്കറിയില്ല. ഒരു 30 ലക്ഷത്തിലധികം പ്രൊഡക്റ്റുകൾ വിറ്റൊഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ. 30 ലക്ഷത്തിലധികം പ്രൊഡക്റ്റുകൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇറങ്ങി സെയിൽ ചെയ്ത ആളാണ്. എനിക്ക് ഇന്നും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഉമ്മാനെ ഓർമ്മ വരിക. കാരണം ആ ഉമ്മാനെ എനിക്ക് നോക്കാൻ ഈ മൈ ലൈഫിലൂടെ വിജയിച്ചിട്ട് എന്റെ സ്വന്തം കൈ കൊണ്ട് എന്തും വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല. ഉമ്മ മരിച്ച് ഇപ്പം 8 വർഷത്തില് അടുത്തായി ഉമ്മ മരിച്ചിട്ട്. എനിക്ക് ആ ഉമ്മാനെ നോക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉമ്മ നമുക്ക് ഏറ്റവും, നമ്മുടെ മാതാപിതാക്കളാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ ഉണ്ട്. ആ ഹസ്ബൻഡിന്റെ ഉമ്മാനെ ഞാൻ നല്ല കെയർ ചെയ്യുന്നുണ്ട്, നമ്മള് പ്രൊഡക്റ്റുകൾ കൊടുക്കും. പക്ഷെ അവര് ഒത്തിരി പ്രായമായിട്ട് നമ്മൾ ഒരുപാട് രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ആളായതുകൊണ്ട് തന്നെ അലോപ്പതി വിട്ടുപിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. പല രോഗങ്ങളിലൂടെ കടന്നു പോണം. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കും. അതുപോലെ ചുമ ഉണ്ടെങ്കിലൊക്കെ ആദ്യം തന്നെ നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കട്ടോ. അതുപോലെ
അവരെ നോക്കാൻ പറ്റുന്ന, എനിക്ക് ഇതിൽ നിന്ന് ഒരു 10 രൂപ അവർക്ക് കൊടുക്കാൻ പറ്റിയ എന്റെ ഉമ്മക്ക് കൊടുക്കുമ്പോൾ തന്നെയാണ് അവർക്ക് കൊടുക്കുക. നമ്മളെ ഉമ്മ തന്നെയാണല്ലോ അതും. അപ്പൊ ഇതിൽ നിന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഉമ്മ, ഇതിപ്പോ എന്തിനാ എനിക്ക് പൈസ തരുന്നത്? ഞാൻ മരുന്നിന് പൈസ അല്ല ബുദ്ധിമുട്ടുന്ന കഷ്ടം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എനിക്ക് പൈസ ഉള്ളത്? ഞാൻ ചിലപ്പം ഉമ്മാന്റെ അടുത്ത് പോകുമ്പോഴൊക്കെ 500 1000 വെച്ചിട്ട് എന്റെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കും. അപ്പൊ ഞാന് മരുന്നുകൾ വാങ്ങിക്കൊടുക്കും, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, ഒക്കെ എന്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പറയാൻ എന്താണ്, അതൊക്കെ നമ്മുടെ സന്തോഷമാണ്, അവരുടെ സന്തോഷമാണ്. നമ്മൾ മരുമക്കളാണ് മക്കളാണെന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല. അവര് നമ്മളെ നല്ല സന്തോഷത്തോടെ ചെയ്ത്. അപ്പൊ എന്റെ ഉമ്മ ചോദിക്കലുണ്ട്, ഈ എന്തിനാ ഇപ്പൊ എനിക്ക് പൈസ തരുന്ന, എന്റെ അടുത്ത് പൈസ ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ പറയാം, ഇല്ല അമ്മ, എനിക്ക് ആർക്ക് കൊടുക്കാനാ, നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്ക് തരാനാ നമ്മള് പൈസ? അപ്പൊ ആ ഒരു നമ്മുടെ കൈകളിൽ ഉള്ളതുകൊണ്ടാണ്, നമ്മളെ അക്കൗണ്ടിൽ നമ്മളെ കയ്യിലുണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടെ ആരുടെ കയ്യിലും മുമ്പിൽ കൈ നീട്ടാതെ നമുക്ക് 10 രൂപ എടുത്തു കൊടുക്കാൻ പറ്റുന്നത്, അവർക്കൊരു ഹെൽപ്പ് ആവണത്, അത് വലിയൊരു ഭാഗ്യാണ്. ഇപ്പൊ അവര് ജീവിച്ചിരിക്കണമെങ്കിൽ അവരെ നോക്കുക, നാളെ അതും ഇല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ലേ. പിന്നെ നമ്മള് പൊതു സമൂഹത്തിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് രോഗികളെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഭക്ഷണം കിട്ടാത്ത ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അല്ലെ. ഒരുപാട് ആളുകളെ നമുക്ക് പറ്റും അവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും അവരെ സഹായിക്കാനും, കഴിഞ്ഞ് നമുക്ക് മനസ്സും കണ്ണും മഴയും നിറഞ്ഞ് നമുക്ക് 10 രൂപ കൊടുക്കാനും സഹായിക്കാനും ഇന്ന് ആരുടെ കയ്യിലും നമ്മുടെ മുന്നിൽ കൈ നീട്ടണ്ട. നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും പറ്റും. അതാണ് ഏറ്റവും വലിയ, ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് മാത്രമാണ്. നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നവും അതായിരിക്കണം. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കാനും അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ. നമുക്കൊക്കെ എന്തൊരു സ്വപ്നങ്ങളുണ്ട്, നമുക്ക് ടൂറ് പോകണം, നമുക്ക് അവിടെ. ഞാനൊന്നും പണ്ടൊന്നും, ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. പണ്ടൊന്നും എനിക്ക് സ്വപ്നങ്ങളില്ലായിരുന്നു, കാരണം അടുക്കളയിൽ നിന്ന് ഒതുങ്ങിക്കൂടിയ ആളുകൾ. ഇപ്പൊ പുറത്ത് വന്നപ്പോ എനിക്ക് പല സ്വപ്നങ്ങളുമാണ്. അവിടെ പോണം ഇവിടെ പോണം. ഇപ്പൊ സ്വന്തം വീട് വെക്കാൻ തുടങ്ങി. സ്വന്തം ഒരു 10 സെന്റ് സ്ഥലം ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയതാ. അതിലൊരു വീട് വെക്കാൻ തറപ്പണി കഴിഞ്ഞു. ഇനി പിന്നെ ഇപ്പൊ ഞാൻ എന്റെ ചെറിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു 2000 സ്ക്വയർ ഫീറ്റിലെ വീടുള്ളൂ കേട്ടോ. അത് നമുക്ക് പൊന്തിച്ച് പൊന്തിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോഴുള്ള നിലനിൽപ്പിന് ഞാൻ സ്വന്തമായിട്ട് ആ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തറപ്പണി മാത്രമേ കഴിഞ്ഞു. ഇപ്പൊ മഴ അടിച്ചു പെയ്യുന്നോണ്ട് തന്നെ ബാക്കിയുള്ള പണി സ്റ്റോപ്പ് ചെയ്ത് എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കാണ്. കാരണം പൈസ അടിച്ചിറക്കിയിട്ട് കാര്യമല്ല, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ മഴ അടഞ്ഞു പെയ്യുന്നോണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി ബാക്കി പണി എന്ന് പറഞ്ഞ് ആ പിന്നെ ഇതിന്റെ കോൺട്രാക്ടറെ ഞാൻ നിർത്തിയ. അപ്പൊ നമുക്ക് വണ്ടി, അങ്ങനെ സ്വന്തമായിട്ടൊരു വണ്ടി, ഞാൻ ഓട്ടൂലെന്നൊന്നുമല്ല, വണ്ടി വാങ്ങാൻ പറ്റി. അത് ഞാൻ എടുത്തു പോകലില്ല പുറത്തേക്ക്, കാരണം എനിക്കൊരു പേടിയാ. ഈ എവിടെയെങ്കിലും ഒരു തട്ടിയോ തടഞ്ഞോ വീണിട്ടുണ്ടെങ്കിൽ അതിലും നല്ലത് എന്താണ്, ഇപ്പൊ കയ്യിനും കാലിനും പൂർണ്ണ ആരോഗ്യമുണ്ട്, ആരോഗ്യത്തോടെ നമുക്ക് ഓടാം. ഇല്ലാത്തപ്പോഴല്ലേ അപ്പത്തെ അവസ്ഥ, അപ്പം സാഹചര്യം പോലെ ഒരുക്കാം. അതുപോലെ നമുക്ക് ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ. ഒരുപാട് ടൂറ് പോകാൻ പറ്റി. അതുപോലെ എന്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, എന്റെ അമ്മ മരിക്കോളം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്കൊരു ഉംറ ചെയ്യാൻ പറ്റിയില്ലല്ലോ. മക്കളൊക്കെ വലുതായി വളർന്ന് വന്ന് ജോലിയായി സാമ്പത്തിക സമ്പാദ്യമൊക്കെ ആയി വന്നപ്പോ ഉമ്മാന്റെ കാലം കഴിഞ്ഞ് ഉമ്മ പോയില്ലേ. എല്ലാരും ഗൾഫിൽ ജോലി ചെയ്ത് എല്ലാവർക്കും വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോ നമ്മൾ ഉമ്മാനെ ഉംറക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ ഒരു സ്വപ്നം ഞാൻ ചെയ്തു, ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉംറ ചെയ്തു. മക്കളെല്ലാവരും രക്ഷപ്പെട്ടപ്പോ എല്ലാവരും ചെയ്തു. മരുമക്കളും മക്കളും കൂട്ടും കുടുംബവും ഒക്കെ ഗൾഫിലായപ്പോ എല്ലാവരും ഉമ്മക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉംറ ചെയ്യാൻ പറ്റി. എനിക്കും, ഞാൻ ഏറ്റവും ഇളയ മോളാണ്, 10ാമത്തെ മോളാണ് ഞാന്. 10 മക്കളുണ്ട്. അതില് 4 ആണും 6 പെണ്ണുമാണുള്ളത്. ഒരു കുട്ടി മരിച്ചിട്ട് 9 ആളാണ്, 5 പെൺകുട്ടികളുണ്ട്. അതിൽ ഏറ്റവും ഇളയ കുട്ടി എന്ന് പറയുന്നത് ഞാനാണ്, എൻ്റെ ഉമ്മാന്റെ. എനിക്ക് പോലും എല്ലാ മക്കളും ചെയ്തു, എനിക്കും ചെയ്യാൻ പറ്റി, ഉംറ ചെയ്യാൻ പറ്റി. സ്വന്തം കയ്യിൽ നിന്ന് 1,00,000 രൂപ എടുത്തിട്ടാണ് ഞാൻ പോയത്. ഒരാള് എനിക്ക് ഇതിലൊരു 10 രൂപ സഹായിക്കേണ്ട, അല്ലെങ്കിൽ സഹായം ചോദിക്കേണ്ടയോ അല്ലെങ്കിൽ എനിക്ക് വായ്പ വെക്കേണ്ടയോ ഒന്നും വന്നില്ല. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ, എൻ്റെ ആങ്ങളാര് ഭാര്യമാര് പറഞ്ഞു, ഞങ്ങൾ പോകണുണ്ട് ഈ ആഴ്ച, ഈ പോരണന്ന്. ഒരൊറ്റ ആഴ്ച ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഉംറ എന്താണെന്ന് ചെയ്യുന്നത് ഞാൻ വെറുതെ യൂട്യൂബിലൊക്കെ കേൾക്കുമായിരുന്നു ഇരുന്നിട്ട്. യൂട്യൂബിൽ കേട്ടിട്ട് ഞാൻ അങ്ങനെ വെറുതെ ക്ലാസ് കേൾക്കുക, വെറുതെ എനിക്ക് തോന്നലാണത്. അപ്പൊ അന്നേരം വിളിക്കണേ, ഞാൻ ഉംറക്ക് പോവാണ്, നിങ്ങൾ വരണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും നോക്കിയില്ല, എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് സമ്മതം ചോദിച്ചു, ഹസ്ബൻഡിന്റെ ഉമ്മാനെ വിളിച്ചിട്ടും സമ്മതം ചോദിച്ചു. അതാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടത്. ഹസ്ബൻഡിന്റെ ഉമ്മാനോടും ചോദിക്കണം, ഹസ്ബൻഡിനോടും ചോദിക്കണം. ചോദിച്ചപ്പോ അവര് പറഞ്ഞു, പോണെങ്കിൽ പോയിക്കോ, എനിക്ക് വെക്കുമെന്ന് ചോദിച്ചു അന്നിനോട്. പോകുമ്പോ എനിക്ക് പറ്റും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പോണെങ്കിൽ പോയിക്കോ, പൈസ ഉണ്ട കയ്യിലെന്ന് ചോദിച്ചു. ഓ പൈസ ഉണ്ട് എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ധൈര്യമായിട്ട് ചോദിക്കൂലല്ലോ. അന്നേരം എനിക്ക് ചോദിക്കാൻ തോന്നി. അവരെ കൂടെ മക്കളോടും ചോദിച്ചു, മക്കളെ ഇങ്ങനെ പോട്ടെ എന്ന്. അമ്മച്ചിന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അമ്മച്ചി പോയിക്കോ, ഇപ്പോഴൊക്കെ അല്ലേ പോകാൻ പറ്റുള്ളൂ. ഹാപ്പി ആയിട്ട് ഞാനിതിനെ കുറിച്ച് പഠിക്കുകയോ ക്ലാസ് കേൾക്കുകയോ ഒന്നും സമയമല്ല. പിന്നെ
ഒരൊറ്റ പൈസ ചാടിക്കൊളഞ്ഞ പൈസ ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാവൽസിന്റെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് കൊടുത്തു. അത് ആ ഒരൊറ്റ സ്പോട്ടിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. അനിഞ്ഞു തന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാനും ആ ഒരു അവിടെയൊക്കെ പോയി ഒക്കെ കണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തന്ന് നമ്മുടെ ഈ ഒരു മൈ ലൈഫാണ്. ഞാൻ അന്ന് ബെന്നി സാറിനോടാണ് ആദ്യം പറഞ്ഞത്, സാറേ ഈ കമ്പനിയിലൂടെ വരുമാനം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോണത്. എനിക്ക് സാറിനോടാണ് ആദ്യം ഇതിനോട് ചോദിക്കാനുള്ളത്. ആദ്യം സമ്മതം ചോദിച്ചത് സാറിനോട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് സാറിനെ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു സന്തോഷായി, പോയിട്ട് വരി, ഉംറക്ക് പ്രാർത്ഥിച്ചു വരി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കല്ല അവിടെയും ചെയ്യുക. അവിടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യാറിയും പോലെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കും നമ്മളോടൊപ്പം നമ്മുടെ മക്കൾക്കും കൂട്ടുകുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആ കൂട്ടത്തിൽ നമ്മളെല്ലാം ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമ്മൾ ആ വരുന്ന ഇത്രയും ദിവസം കാബത്തിന്റെ അടുത്ത് പിരിഞ്ഞ് പോരുന്ന വരെ നമ്മൾ പ്രാർത്ഥിക്കും. അതേപോലെ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലെടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാൻ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനും നമ്മൾ സ്വന്തം പണിയെടുത്ത നമ്മുടെ കൈകളിലൂടെ വരുന്ന വരുമാനത്തിലൂടെ നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. എനിക്ക് തന്ന് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് വിജയം കൊയ്തെടുക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം, ഒന്നിച്ച് വിജയിക്കാം, ഒന്നിച്ച് വരുമാനം വാങ്ങാം. ഇതിലൂടെ